വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവീശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1, 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. വചനം മാംസമായി എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു. ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുൻപ് തന്നെ അവനുണ്ടായിരുന്നു. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടത്തെ വെളിപ്പെടുത്തിയത്. വചനം മാംസമായവൻ, കൃപയുടെ പാതയുടെ വക്താവ്. ലോകത്തിന്റെ അന്തരാത്മാവിൽ ദൈവത്തിനു വേണ്ടിയുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു എന്നുവരികിലും സാക്ഷാൽ ദൈവത്തിന്റെ ആത്മാവ് വചനം മാംസമായി ലോകത്തിലേക്ക് കടന്നു വന്നപ്പോ ലോകത്തിന് അതിനെ തിരിച്ചറിയാനോ അംഗീകരിക്കാനോ സാധിച്ചില്ല. ലോകം ദൈവത്തിന്റെ വചനം മാംസമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന യേശുക്രിസ്തുവിനെ ഊഷ്മളമായ ഒരു സ്വീകരണമല്ല നൽകിയത്, മറിച്ച് ഉപേക്ഷയുടെയും അവഗണനയുടേതുമായിട്ടുള്ളൊരു പാതയാണ് ലോകം ആ വചനത്തോട് സ്വീകരിച്ചതെന്ന് സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ നമ്മോട് പറഞ്ഞു തരികയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. ഈ ലോകത്തോട് ദൈവത്തിന്റെ വചനം മാംസമായ യേശുക്രിസ്തു നിയമത്തിന്റെ ധാർഷ്ട്യത്തിന്റെ പിൻബലമല്ല പ്രകടിപ്പിക്കാൻ ഇടവന്നത്. നിയമത്തിന്റെ കാർക്കശ്യത്തോടു കൂടിയുള്ളൊരു സമീപനം എന്നതിനേക്കാൾ കൃപയുടേതായിട്ടുള്ളൊരു സമീപന രീതി, അനുരഞ്ജനത്തിൻ്റെതായിട്ടുള്ളൊരു സമീപന രീതി, സഹിഷ്ണുതയുടേതായിട്ടുള്ളൊരു രീതി, വിട്ടുവീഴ്ചയുടേതായിട്ടുള്ളൊരു രീതി, സർവോപരി സ്നേഹത്തിൻ്റെതായിട്ടുള്ളൊരു രീതി ആണ് യേശു സ്വീകരിക്കാനിടവന്നത് എന്ന് സുവിശേഷകൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് സാക്ഷാൽ ദൈവത്തിന്റെ പാത, ദൈവത്തിന്റെ വഴി എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പാതയിൽ കൂടെ വേണം നാം നടന്നു നീങ്ങാൻ, ദൈവത്തിന്റെ മക്കളാകാൻ ഇടവരണം എന്ന് വരികയും മക്കളാകാൻ